അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തു പോണ പ്രവൃത്തി നമ്മുടെ ഉമ്മ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാ. സ്വഹാബി വര്യൻ ചോദിക്കുകയായ ഉമ്മ, അള്ളാന്റെ തിരുദൂതർ വീട്ടിലേക്ക് കടന്നു വന്നാൽ ആദ്യമായി ചെയ്യുന്ന പ്രവർത്തനം എന്താണുമ്മ? പൊന്നുമ്മച്ചി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ, ബദഅ ബിസ്സിവാക്. വീട്ടിൽ ചെന്ന അള്ളാന്റെ റസൂൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ? പല്ല് തേക്കലാണ്. എത്ര ചെറിയ കാര്യം, എത്ര ചെറിയ കാര്യം. ഈ ചെറിയ കാര്യം നമ്മൾ ചെയ്താൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റിയ കാര്യം പുണ്യം, സ്വർഗത്തിന്റെ വഴി, പ്രവാചകന്റെ സുന്നത്ത്. പല്ലേക്ക കേറുമ്പോ ബിസ്മില്ലാ എന്ന് പറയാ, വലത്തെ കാലിച്ച് കേറുക. വീട്ടിൽ ചെന്ന് ആദ്യം ചെയ്യണ പരിപാടി എന്താണ്? ബിസ്മില്ലാ എന്ന് പറയാ. ഇത് ഒരു സത്യവിശ്വാസി ശീലാക്കിയാൽ ആൾക്ക് കിട്ടുന്ന മെച്ചത്രങ്ങൾ ആലോചിച്ചു. ഇനിയോ അള്ളാഹുവിന്റെ സത്യവിശ്വാസിയുടെ ജീവിതം, അവന്റെ വീടുമായി ബന്ധപ്പെട്ട മേഖല, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു അവസ്ഥ എപ്പോഴും വീട്ടിലുണ്ടാകാൻ അയാൾ ശ്രദ്ധിക്കും. വീടിനെ അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ഒരു ഇടമാക്കി മാറ്റാൻ അയാൾ ശ്രദ്ധിച്ചു പോകും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പോവുകയാ സത്യവിശ്വാസിയുടെ വീടിനെ പറ്റി, മസലുൽ ബൈത്തുല്ലദീ യുദ്കറുല്ലാഹു ഫീ വൽ ബൈത്തുല്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മിസ്ലൽ ഹയ്യി വൽ മയ്യിത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടിന്റെയും അള്ളാഹുവിനെ ഓർക്കാത്ത വീടിന്റെയും ഉപമ ജീവനുള്ളതിന്റെയും ജീവനില്ലാത്തതിന്റെയും ഉപമയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിൽ എപ്പോഴും അള്ളാഹനെ ഓർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. എല്ലാ തരത്തിലുമുള്ള ദിക്റുകൾ നിർവഹിക്കാനുള്ള ഇടമായി നമ്മുടെ വീടിനെ മാറ്റണേ. നാവ് കൊണ്ടുള്ള ദിക്റുണ്ടാകണേ, മനസ്സുകൊണ്ടുള്ള ദിക്റുണ്ടാകണേ, വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാകണേ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഉണ്ടാകണേ, മതവിജ്ഞാനങ്ങൾ ചർച്ച ചെയ്യണേ, വിശുദ്ധ ഖുർആൻ ഓതുന്ന സമ്പ്രദായം പുരക്കകത്തുണ്ടാകണേ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് അത് നമ്മുടെ വീട്ടിൽ സാർവത്രികമായി ഉണ്ടാകേണ്ട കാര്യമാണ്. ഇങ്ങനെ ഓരോന്ന് പറയുകയാണെങ്കിൽ എത്ര പറയേണ്ടെന്ന് അറിയങ്ങൾ, ഇതൊക്കെ ഓരോ ശ്രദ്ധ ആവശ്യം, ചെറിയൊരു ശ്രദ്ധ ആവശ്യമുള്ളൂ. ഇതൊക്കെ സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി വീട്ടുകാരെ നമ്മളെ വിശ്വാസപരമായി പരിശീലിപ്പിക്കണേ. ഞാനതാണ് നേരത്തെ ഒരു വീട്ടുകാരന്റെ രാവിലത്തെ പ്രഭാതത്തിന്റെ ഉയർച്ചയുടെ ഫജറിന്റെ മുമ്പുള്ള അയാളുടെ എണീപ്പിനെ പറ്റി പറഞ്ഞു പോയതൊരു സുന്നത്തിനെ ആസ്പദമാക്കിയ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം, അവര് പറയാ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂമി ഫഔതിരി യാ ആയിഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വിത്ർ നമസ്കരിച്ചാൽ എന്നോട് പറയും, ആയിഷ എഴുന്നേറ്റിട്ട് വിത്ർ നമസ്കരിക്കൂ. ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് വിശദീകരിച്ചു തരികയാ, ഭാര്യ വിത്ർ നമസ്കാരത്തിന് വേണ്ടി എണീപ്പിക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ നമ്മൾ മാത്രം എണീറ്റ പോരാ, നമ്മുടെ ഭാര്യമാരെ കൂടി നമസ്കരിക്കാൻ വേണ്ടി എണീപ്പിക്കുന്ന ഒരു സമ്പ്രദായം വീട്ടിലൊരു സത്യവിശ്വാസി ശ്രദ്ധിക്കുന്ന കാര്യം. ഇവിടെ കുറെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുടുംബകാര്യം നിലക്ക് പറയാം. എന്നാൽ എന്താ മെച്ചെന്നറിയൂ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസ്വല്ലാ ഫഅയ്ഖല ഇംറഅതഹു ഫസ്വല്ലത് ഫഇൻ ബത്ന ലഹ ഫീ വജ്ഹിൽ മാ. രാത്രി അങ്ങ് എഴുന്നേൽക്കുകയും എന്നിട്ട് നിന്ന് നമസ്കരിക്കുകയും തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയും എന്നിട്ട് അവൾ എഴുന്നേറ്റ് നമസ്കരിക്കുകയും എഴുന്നേൽക്കാനും നമസ്കരിക്കാനും അവൾ വിസമ്മതിച്ചാലോ അവളുടെ മുഖത്ത് വെള്ളം തളിക്കുകയും ചെയ്തയാളുടെ മേൽ അല്ലാഹു കരുണ ചൊരിയട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് എണീറ്റ് നിസ്കരിക്കാൻ, അപ്പൊ ഭാര്യ ഇങ്ങനെ കിടക്കുക, മോളെ എണീക്കടി വിളിച്ച് ഒന്ന് വിളിക്കുമ്പോ മുമ്പത്തേന് അങ്ങോട്ട് തിരിഞ്ഞിടന്നു.
അപ്പൊ ഒന്നും കൂടി 4 കുലുക്കൽ കുലുക്കി, എന്നിട്ട് എണീക്കണ ആളല്ല. ചില പെണ്ണുങ്ങൾ പറയോ നിങ്ങൾക്കാണ് ഈമാൻ കൂടിയ, നിങ്ങൾ നിസ്കരിച്ചാ പോരെ, എന്നെ നിസ്കരിപ്പിച്ചാൽ നിൽക്കണം എന്നൊക്കെ ചോദിക്കും. അങ്ങനെ നല്ല സത്യവിശ്വാസിയ ഭാര്യ അങ്ങനെ ആവൂല. അങ്ങനെ ഓള് എണീറ്റിട്ടില്ലെങ്കിൽ എണീറ്റോളൊന്നൊന്നും നിങ്ങൾക്ക് നിർബന്ധമില്ല. പക്ഷെ ചെയ്യുമ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുറച്ച് വിട്ടൊന്ന് ചെയ്താൽ മതി. ഇപ്പത്തെ പെണ്ണുങ്ങളാ എന്താ ചെയ്യേണ്ടറിയോ, മുഖത്ത് കുറച്ച് വെള്ളം കൊടയണം. വെള്ളം കൊടഞ്ഞോക്കൊണ്ട് നാളെ രാവിലെ എന്നാ കാണാ. പക്ഷെ ഒരു സത്യവിശ്വാസിനിയായ ഭാര്യയാണെങ്കിലോ അവൾ ആ വെള്ളം കൊടയുന്നതിന് മുമ്പ് തന്നെ അവൾ എണീക്കും. ഇനി ഏതെങ്കിലും അർത്ഥത്തിലുള്ള ക്ഷീണത്താലോ, സാധുക്കളാണ് അവര്, രാത്രിയേറെ വൈകിയാണ് കിടന്നുറങ്ങുന്നത്, അതുകൊണ്ട് രാവിലെ എണീക്കാനുള്ള പ്രയാസമുണ്ടാകും. കൈ കുഞ്ഞുങ്ങളുള്ള സ്ത്രീകളാണെങ്കിലോ അവര് രാത്രി നമ്മൾ അറിയാതെ തന്നെ 2, 3, 4 തവണ എണീറ്റിട്ടുണ്ടാകും. കുഞ്ഞു മൂത്രമൊഴിച്ചപ്പോ, കുഞ്ഞ് കാഷ്ടിച്ചപ്പോ, പാല് കൊടുക്കാൻ ഒക്കെ പ്രയാസാണ്. അതുകൊണ്ട് ആ സാധുവിനെ നമ്മൾ നല്ല ശ്രദ്ധിച്ച് വിളിച്ചുണർത്തി, അങ്ങനെ എണീക്കണില്ലെങ്കിൽ മോളെ എണീക്കണെന്നൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടഞ്ഞ് എണീപ്പിക്കുന്നതിനെ പറ്റി അള്ളാന്റെ റസൂല് പറഞ്ഞത് റഹിമല്ലാഹ്, ഓന്റെ മേൽ അള്ളാഹ് കരുണ ചൊരിയട്ടെ എന്നാണ്. ഇത് പുരുഷന് മാത്രമല്ല സ്ത്രീകൾക്കുണ്ട്. ഭാര്യ നല്ല ഉഷാറായി ഈമാനുള്ള പെണ്ണാണ്, വിശ്വാസിനിയാണ്, അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മുടെ കിണകളെ വിശ്വാസിനികളാക്കി മാറ്റി തീർക്കുമാറാകട്ടെ. പടച്ചറബ് കരുണ ചൊരിയുമാറാകട്ടെ. അങ്ങനെ ഭാര്യയോട് ദേ വിഷയം, റഹിമല്ലാഹു റജുൽ എന്ന് പറഞ്ഞ മാതിരി റഹിമല്ലാഹു ഇംറഅത്ത്, ഒരു പെണ്ണിനും അള്ളാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. ഓളും സഹദ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റു. പുതിയാപ്പള ഇങ്ങനെ തിരിഞ്ഞെടുക്കാണ്. കാക്ക നീക്കി നിറഞ്ഞു, അതിൽ കൈകൊണ്ടൊന്നും തട്ടി. അപ്പോ ഒക്കെ തോന്നി എന്ത് ശരിയാവില്ല, ഹദീസിൽ പറഞ്ഞ വെള്ളം കൊടയണോന്നാണല്ലോ. അപ്പോൾ വെള്ളം കൊടഞ്ഞു. അന്ന മുത്തലാഖു ചൊല്ലി, ഒറ്റ കാര്യം അറിയാം, മുത്തലാഖും ചൊല്ലി. ദേഷ്യം കൊണ്ടേ നിങ്ങൾ പിടിച്ചോ, നിങ്ങൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾ പഠിക്കൂല, ഇവിടെ അല്ലെങ്കിൽ പഠിക്കും. അങ്ങനെയാണ് പൊതുവേ ചില നിസ്കാരക്കാരായ ഭർത്താക്കന്മാർ. എന്നാൽ സത്യവിശ്വാസികളായ ഭർത്താക്കന്മാർ അങ്ങനെയല്ല. അവര് വേഗം എണീക്കും. എന്നിട്ടോ 2 കൂടി നിസ്കരിക്കും, ജമാഅത്തായിട്ട്, ഇമാമും ജമാഅത്തായിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തരായിട്ടാണെങ്കിൽ കുഴപ്പമില്ല നിസ്കരിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ പേരിൽ അള്ളാഹുവിന്റെ കരുണയുണ്ടാകട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞു പോവുകയാ വീണ്ടും ഈമാനിന്റെ വർധനവിന് വേണ്ടി, യാ മഅ്ശറൻ നിസാഇ തസദ്ദഖ്ന ഫഇന്നി റഅയ്തുകുന്ന അക്തറ അഹ്ലിൻ നാർ. വീട്ടിലെ സ്ത്രീകളെ ദാനധർമ്മത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത് വിശ്വാസം വർദ്ധിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാ. അള്ളാന്റെ റസൂല് പറഞ്ഞു പോവുകയാ, അല്ലയോ സ്ത്രീ സമൂഹമേ, നിങ്ങൾ ദാനധർമ്മം ചെയ്യണേ, കാരണം നരകത്തിന്റെ അവകാശികളിൽ അധിക പേരും നിങ്ങളായിട്ടാണ് ഞാൻ കണ്ടെത്തിയത് സഹോദരിമാരെ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സദഖ നൽകണേ. ഈമാനികമായി വീട്ടിനകത്തൊരു സത്യവിശ്വാസി ശ്രദ്ധിക്കും. എന്തിന്? ഡെവലപ്മെന്റ് ഉണ്ടാകാൻ. തീർന്നില്ല, ദിക്റുകൾക്കും ദുആയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വീടുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾക്കും പ്രാധാന്യം നൽകാൻ ഒരു സത്യവിശ്വാസി ശ്രദ്ധിച്ചു പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതുമായി ബന്ധപ്പെടുത്തിയൊരു സൂചന, വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള ദിക്റുകൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള ദിക്റുകൾ, അതുപോലെ വിശുദ്ധ ഖുർആനിന്റെ പാരായണ, സൂറത്തുൽ ബഖറ വീട്ടിൽ തുടർച്ചയായി പാരായണം ചെയ്യുന്ന അവസ്ഥ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്റെ മുന്നിരിക്കുന്ന മുജാഹിദുകൾ പലപ്പോഴും ശ്രദ്ധിച്ചു. എന്താണ്? സൂറത്ത് ബഖറ പാരായണം ചെയ്താൽ എന്നാ പുരയിൽ പിശാചിന്റെ ശല്യം ഉണ്ടാവൂല. ഇത് സ്വഹീഹായ ഹദീസാണ്. ഇനി നിങ്ങൾ ആലോചിച്ചോക്കണേ, വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയാം ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളെ പറ്റി, ഇന്നല്ലാഹ തആല കതബ കിതാബൻ ഖബല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർള് ബിഅൽഫി ആമിൻ വഹുവ ഇൻദൽ അർശ് വൽ അന്നഹു അൻസല മിൻഹു ആയതൈനി ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ വലാ യഖറഅന ഫീ ദാരിൻ 3 ലയാലിൻ ഫയഖറബുഹാ അശ്ശൈത്വാൻ. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഒരു ഗ്രന്ഥമെഴുതി. അത് അർശിന്റെ സമീപത്താണ്. അതിൽ നിന്നും 2 വചനങ്ങൾ അവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അവയാൽ സൂറത്തുൽ ബഖറ അവൻ അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല എഴുതിപ്പോയൊരു പുസ്തകമാണ്.
ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആൻ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടാണത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്തറിയൂ, തുടർച്ചയായ 3 ദിവസങ്ങളിൽ ഒരു ഭവനത്തിൽ ഈ 2 വചനങ്ങൾ പാരായണം ചെയ്താലോ ആ ഒരു വീടുകളിൽ പിശാച് പ്രവേശിക്കുകയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ കുർസി അതുപോലെ ശ്രേഷ്ഠമാണ്. ഏത്? ആമന റസൂൽ. ഈ 2 ആയത്തുകൾ തുടർച്ചയായി 3 ദിവസമെങ്കിലും പുരയിൽ ഓതിയാലോ, അപ്പൊ എന്നും ഓതുന്നതിനെ പറ്റി ആലോചിച്ചൊക്കെ ശൈത്താൻ വരുന്നുണ്ടാവില്ല. പക്ഷെ എന്താ സംഭവിച്ചു വെച്ചാല്, ശൈത്താൻ അങ്ങനൊന്നും വരാതെ കഴിച്ചിലാകണോന്ന് കരുതിയോരെ പുരയിലും ശൈത്താൻ വരികയാണ്. എങ്ങനെ വരുന്നത്? ഇൻഷാ അല്ലാഹ് ഞാനത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. ഞാനത് പറയുമ്പോ പല ആളുകളുടെയും മുഖത്ത് ചില ഭാവമാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഞാനത് കാര്യാക്കണില്ല. കാരണം അറിയോ, നിസ്കരിക്കുന്നവന്റെ പുരയിലുണ്ട്, നോമ്പ് നോൽക്കുന്നവന്റെ പുരയിലുണ്ട്, ഖുർആൻ ഓതുന്നവന്റെ പുരയിലുണ്ട്. എന്തറിയോ, വലിച്ചിറക്കിയ ഈ വൃത്തികെട്ട കേബിളിന്റെ കണക്ഷനുകൾ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ശൈത്താൻ വരൂല. ശൈത്താൻ ആകെ ബേജാറേക്ക് ഇനിയിപ്പോ എങ്ങനെയാ പുര കയറാ? അപ്പൊ വീട്ടമ്മ പറഞ്ഞെടുക്കാണ്, ശൈത്താനെ നിനക്ക് എന്റെ പുരയിൽ കയറണോ? ആ മാർഗണ്ട്. ഭർത്താവിനെ കുത്തി, മക്കള് ഭർത്താവിനെ വാപ്പാനെ നിർബന്ധിച്ചു, അപ്പച്ചിയെ ഒരു ഡിഷ്. അപ്പൊ ശൈത്താൻ സുഖമായി, കാരണം കേബിള് വഴിയാ പിന്നെ മൂപ്പര് ഇറങ്ങി വരുന്നത്. മറ്റേത് സ്ട്രൈറ്റ് പ്രവേശനം, ഡോർ ടു ഡോർ. ഇപ്പൊ വഴി വയറ് വഴി, മൊബൈല് വഴി, സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇപ്പൊ ശൈത്താൻ പുരയിൽ വരുന്നു. 8ാം ക്ലാസ്സാ, പാസ്സായി, കണ്ടീഷൻ വെച്ചു മോൻ മൊബൈല് വേണോ? ആപ്പച്ചിന്റെ കുട്ടികളെ എന്ത് കിറ്റ്കാറ്റ് ആൻഡ്രോയിഡ് സെറ്റന്നെ വേണോന്ന് വാങ്ങിച്ചു. പിന്നെ ശൈത്താന് വരാൻ വേറെ മാർഗം ഞാൻ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. നെറ്റ് കണക്ഷൻ ഉണ്ട്, വൈഫൈ എളുപ്പമായി. വൈഫൈ ഉള്ള പുരയില്, വൈഫുള്ള പുരയില് വൈഫൈ വാങ്ങരുതെന്നൊരു പദപ്പെടുത്താൻ. വൈഫുള്ളടത്ത് വൈഫൈ വാങ്ങരുത്. പഴക്കാനും പഴപ്പിക്കാനും ഇത്ര നല്ല സാധനം ഞാൻ വേറെ ഉണ്ടാവില്ല. ശ്രദ്ധിക്കാനായില്ല. ഞാന് അങ്ങനെ തന്നെ പറയാം, നിങ്ങൾ പ്രയാസപ്പെടരുത് എന്ന ഒരു സംസാരത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ആരും പ്രയാസപ്പെടരുത്, ഞാൻ ഈ പറയണുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാമിന് ആഭിമുഖ്യമില്ലാത്ത ആളുകളെ വീട്ടിൽ പ്രവേശിപ്പിക്കാതിരിക്കൽ വീടുമായി ബന്ധപ്പെട്ടൊരു സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീനിനോട് താല്പര്യമില്ലാത്ത ആളുകൾ പുരയിൽ കയറിക്കൂടാ. എന്റെ വീട്ടിൽ നിസ്കരിക്കാത്തവന് പ്രവേശനം വേണ്ട. എന്റെ വീട്ടിലെ നിത്യസന്ദർശകർ അള്ളാഹുവിനെ ഓർക്കാത്തവരായിക്കൂടാ. പടച്ചോനെ പേടില്ലാത്ത ഈവത്തും നമീമത്തും വൃത്തികെട്ടതൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് എന്റെ പുരയിൽ പ്രവേശനം ഉണ്ടാകാൻ പാടില്ല. പബ്ലിക്കായിട്ട് ഞാൻ ഈ പറഞ്ഞു. ഒരു മുസ്ലിം വീട്ടിൽ ആരാ കയറേണ്ടത്? പടച്ചോനെ പേടില്ലാണ്. അത് ആർക്കും ആകാം, ഏത് മതക്കാരനാകാം. പഠിച്ചോനെ പേടില്ലോ, ഓന് കയറാ. ഇസ്ലാമിനോട് ആഭിമുഖ്യമില്ലാത്ത ആളുകളെ വീടുകളിലേക്ക് പ്രവേശിപ്പിക്കരുതേ. ചീത്ത കൂട്ടുകെട്ടുള്ളവന്റെ ഉപമ ചൂളയില് പണിയെടുക്കുന്നവനെ പോലെയാ. ചൂളയിൽ ജോലി ചെയ്യുമ്പോ ചിലപ്പോൾ നിങ്ങളുടെ വീടോ നിങ്ങളുടെ വസ്ത്രങ്ങൾ കത്തിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ ദുർഗന്ധം വമിപ്പിക്കുകയും ചെയ്തേക്കാം. ഇത് ജോലിയെ പറ്റി മോശമാക്കിയതല്ല, ആ ജോലി മൂലമുണ്ടാകുന്ന ഒരു അവസ്ഥയെ പറ്റി പറഞ്ഞു പോയതാ. ഏത് തരത്തിലുള്ള തിന്മയായാലും അയാള് നിങ്ങളുടെ വീട് നശിപ്പിച്ചു പോകും. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പ്രവേശനം ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിലും ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും കുഴപ്പങ്ങൾക്ക് വഴിവെച്ചേക്കും, കുഴപ്പങ്ങൾക്ക് കാരണമായേക്കും. അതുകൊണ്ട് നല്ലോണം ഗൗരവം, ജാഗ്രത. യാ അയ്യുഹന്നാസ്,
أي يوم أحرم أي يوم أحرم أي يوم أحرم قالوا يوم الحج الأكبر ثم قال عليه الصلاة والسلام في ثنايا خطبته الجمعة في ذلك اليوم فأما حقكم على نسائكم فلا يوطئن فرشكم من تكرهون ولا يأذن في بيوتكم لمن تكرهون. അള്ളാന്റെ റസൂല് ചോദിക്കുകയാ 3 തവണ, ജനങ്ങളെ ഏത് ദിവസമാണ് ഏറ്റവും പവിത്രമായത്? സഹാബത്ത് പറഞ്ഞു പോവുകയാ, ഹജ്ജിന്റെ ദിവസമാണ്, ഹജ്ജിന്റെ ദിവസമാണ്, ഹജ്ജിന്റെ മഹത്തായ ദിവസമാണ്. പിന്നീട് പ്രവാചകൻ അതേ ദിവസത്തെ വെള്ളിയാഴ്ച ഖുത്ബയിൽ പറഞ്ഞുപോയി, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ നിങ്ങളുടെ വിരിപ്പിലിരിക്കാൻ അനുവദിക്കാതിരിക്കുകയോ ചെയ്യുക എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നുള്ള അധികാരത്തിന്റെ ഭാഗമാണ്. ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത ഒരാള് വീട്ടില് വരിക, ഭർത്താവിന്റെ വിരിപ്പിലിരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഭർത്താവിന് ഇഷ്ടല്ല ആരെ? പെണ്ണുങ്ങളെ വാപ്പാനെ. അതിനെ പറ്റിയല്ല പറഞ്ഞത്, അതിനെ പറ്റിയല്ല പറഞ്ഞത്. അമ്മോച്ചനും മരുവനും തമ്മിൽ തെറ്റാ. എന്റെ ബാപ്പ പഠിക്കിടന്ന് പോരുന്നാണോ? ചെവി കൊടുക്കണ്ട, നിങ്ങളെ പണി നോക്കി കാക്കാന്ന് പറഞ്ഞാൽ മതി. അതിനെ പറ്റിയല്ലേ പറഞ്ഞത്? അനിസ്ലാമികമായി ജീവിക്കുന്ന ആളുകൾ വീട്ടിലേക്ക് കയറുന്നത് ശ്രദ്ധിക്കണമെന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയത്. ശരി, ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒന്നെന്നറിയോ? സത്യവിശ്വാസി അയാള് ഗൗരവത്തോടാലേക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിന്മകൾ കടന്നു വരാതിരിക്കാനുള്ളൊരു വഴി പോലും വിശ്വാസം ശ്രദ്ധിക്കും. ഒരു തിന്മയുടെ പുരയിലേക്ക് വന്നുകൂടാ. സിനിമ കാണുന്ന ഏർപ്പാടെന്റെ പുരയില് പാടില്ല. സംഗീതത്തിന്റെ ശ്രവണം എന്റെ വീട്ടില് പാടില്ല. ശിർക്കിന്റെ വകുപ്പുകൾ എന്റെ പുരയിൽ വന്നുകൂടാ. ബിദ്അത്തുകളിൽ ഒന്നുപോലും എന്റെ വീട്ടിലേക്ക് കടന്നു വന്നുകൂടാ. ഏലസോ ചരടോ ഉറുക്കോ ഐക്കല്ലോ എന്റെ പുരയിൽ പാടില്ല. ഒരു ഹറാമും എന്റെ വീട്ടിലേക്ക് കയറിക്കൂടാ എന്നൊരു സത്യവിശ്വാസി ആലോചിക്കും. ചില വീട്ടിലൊക്കെ നമ്മുടെ സലഫികളായ മുജാഹിദുകളായ സുഹൃത്തുക്കളുടെ തന്നെ പുരയില് ചില വീട്ടില് ഏലസും ചരടൊന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ തന്നെ പറയാം, ക്ഷമിക്കണം, ഉറക്കം പറയാം, അങ്ങനെ തന്നെ പറയാം. ആൾക്കാരൊക്കെ കേട്ടിട്ട് സാറില്ല. ഏലസ് ശിർക്കാണ്. മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക. വേണ്ട, ഏലസ് വേണ്ട, ഐക്കല്ല് വേണ്ട, ചരട് വേണ്ട, നമുക്ക് പറ്റൂല. നമ്മൾ വിശ്വാസികളാണ്. അല്ലാഹുവിന്റെ റസൂൽ പാടില്ല, ശിർക്ക എന്ന് പറഞ്ഞതാ. രണ്ടാമത്തേതോ ചരട്. മൻ തഅല്ലക ശൈഅൻ വക്കില ഇലൈഹി. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്തൊന്നാണോ കയ്യില് ബന്ധിച്ചത് അതിലേക്ക് അള്ളാഹു നിങ്ങളെ ഭാരമേൽപ്പിക്കും. 2 റുപ്യന്റെ ചരടില് തവക്കുൽ. അള്ളാഹു തവക്കുൽ എടുത്ത് കളയും. പടച്ചോ നമ്മളെ വിടും. 2 റുപ്യന്റെ ചരടാ, 500ന്റെ ചരടാണോ? അതിന്മേൽ നോക്കോ, അള്ളാഹ്ക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. തവക്കുലാക്കേണ്ടത് പടച്ചോല്ല, ചരടിലല്ല, ഏലസിലല്ല, ഐക്കലിലല്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഇതൊക്കെ മനസ്സിലായാലും ചില മുസ്ലിം വീടുകളിൽ തൗഹീദുള്ളവരുടെ പോലും വീട്ടിൽ കാണാം കുട്ടികളെ അരയിലാണ് ഒരു കറുത്ത ചരട്. നമ്മള് ആലോചിക്കും, അല്ല ചങ്ങായി ഇപ്പോഴും ചരട് ഒഴിവാക്കിയില്ല. നിങ്ങൾ പറഞ്ഞ പോലത്തെ ചരടൊന്നല്ല, ഉറുക്കു വയ്ക്കൂല, ഏലസല്ല, വെറുതെ ഒരു ഭംഗിക്ക് ചുറുക്കിന് കിട്ടിയത് കറുത്ത ചരട്. അപ്പൊ എന്താ വെളുത്ത് കിട്ടിയ എന്താ കെട്ടാതിരുന്ന? അല്ല, അത് ഓള് പറഞ്ഞു, ഓൾ ആ കൂട്ടത്ത് വന്നല്ലേന്ന് ഓള് പറഞ്ഞു. അതൊരു അതിർത്തി തിരിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരാളോട് ചോദിച്ചത് എന്താ ഇന്ത്യയും പാകിസ്ഥാനോ? ആ മോൾക്ക് ഇന്ത്യ, താഴത്തേക്ക് പാകിസ്ഥാൻ, അതിർത്തി തിരിയാനേ. അരയിൽ കറുത്ത ചരടേ പൊങ്ങച്ചം. അൽഹാകുമുത്തകാസുർ അൽഹാകുമുത്തകാസുർ തന്നെ തക്കാസുർ. ഇതുമ്മല് ഫഖർ ഉണ്ടാക്കാം. ഞമ്മള് കൺവെൻഷൻ സെന്ററിലാ വലിയോളെ കെട്ടിച്ച് ചെറിയോളെ അതിന്റെ ഡബിൾ ഉണ്ടെങ്കിൽ അവിടെ നാട്ടുകാരെ പൊങ്ങച്ചം കാണിക്കാൻ പോകരുത്, ബഹിഷ്കരിക്കണം അത്ര കല്യാണം. എന്നിട്ട് ചന്ദ്രികയിൽ ലേഖനം, മാധ്യമത്തില് ലേഖനം, മനോരമയിൽ ലേഖനം, ജീവിതത്തിൽ ഇതൊന്നും കൊടുക്കാത്ത മാതൃഭൂമിയിൽ വരെ ലേഖനം. എല്ലാരും കൂടി ഐക്യ കണ്ടേന. എന്ത് ഇസ്രാഫ് വേണ്ട, ആർഭാടം വേണ്ട, മഹല്ല് ബഹിഷ്കരിക്കണോ? താഴത്തുനിന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി, പ്രസിഡന്റിന്റെ മോൻ കെട്ടുന്നതിന് മുമ്പ് പറയേണ്ടിന്നു, ഖജാഞ്ചിന്റെ മോളെ കെട്ടിക്കുന്നതിന് മുമ്പ് പറയേണ്ടിന്നു, മഹല്ലിൽ നിയമം കൊണ്ടുവരേണ്ടിന്നു.
എല്ലാം കഴിഞ്ഞ് ഇനി നാട്ടുകാരെ കല്യാണമല്ലോ, വലുതൊക്കെ കഴിഞ്ഞ്. ഞാൻ പറഞ്ഞത് ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. ഇത് കൃത്യപ്പെടെ ഇത് കൃത്യ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കേരളത്തിൽ ഇതിന് മുമ്പിൽ നിൽക്കുന്ന തങ്ങൾ പാരമ്പര്യമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ജനസേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഇതിന്റെ മുമ്പിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന ആർഭാട കല്യാണങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് കൊടി പിടിച്ച ഒന്നാമത്തെ ആള് വരെ 10,000 20,000 ഒക്കെ പങ്കെടുത്ത കൺവെൻഷൻ സെന്ററിൽ പോയിട്ട് നിക്കാഹ് നടത്തിക്കൊടുത്തതിന്റെ ഫോട്ടോ ഇപ്പോഴും കിട്ടാണ്. ഞാൻ അവരെ വിമർശിക്കല്ല, ഇപ്പോഴെങ്കിലും ആ ബോധം വന്നല്ലോ. മുജാഹിദ് പ്രസ്ഥാനേ 60 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 65 കൊല്ലം മുമ്പ് ബിസ്മി എന്ന പേരിൽ ഒരു കല്യാണം ആരംഭിച്ചു. ബിസ്മി കല്യാണം. ചെക്കന്റെ ഭാഗത്ത് 4 ആള്, പെണ്ണിന്റെ ഭാഗത്ത് 4 ആള്. നിക്കാഹ പരിപാടി കഴിഞ്ഞു. നമ്മളെ ബഹുമാന്യനായ സുഹൈർ മൗലവി പറയും ഇടക്കിടക്ക്, കല്യാണം 4 മണിക്കാക്കിക്കോ. അപ്പൊ എന്ത് വരും? ഉച്ചക്കാണെങ്കിൽ ചോറ്, വൈകുന്നേരത്താണെങ്കിലോ ചായയും കടിയും. വേണ്ട, പായസാക്കിക്കോ. കടിയായി കുടിയായി. ഒരു പായസത്തിൽ ഒതുക്കിയ ബിസ്മി കല്യാണം മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ മാതൃക കാണിച്ചതാ. 65 കൊല്ലം മുമ്പിലാണ് മാധ്യമത്തിന്റെ വക്താക്കളെ, ചന്ദ്രികയുടെ വക്താക്കളെ, സുപ്രഭാതത്തിന്റെ വക്താക്കളെ, പത്രങ്ങൾ മുഴുവനും കൊണ്ടു നടക്കുന്നവരെ, ഈ നാട്ടിലെ മുസ്ലിം സംഘടനകളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 65 കൊല്ലം പുറകിലാണ് എപ്പോഴും. ഇത് ഞങ്ങളെ നാട്ടിലുണ്ടാക്കിയ വിപ്ലവ നവോത്ഥാനമാണ്. ഇതൊന്നും പറയാതെ പോയാൽ ശരിയാവില്ല. ആൾക്കാർക്ക് മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പുത്തംവാദോ, ദിക്റില്ലാത്തവരാ, സ്വലാത്തില്ലാത്തവരാ, പടച്ചവന്റെ റസൂലിനെ പേടിൽ താല്പര്യമില്ലാത്തവരാ, മുത്ത് നബിനെ സ്നേഹിക്കാത്തവരാ, അങ്ങോട്ട് അടിച്ചുവിടും. ഇനിയിപ്പൊ അതിന്റെ മാസാ വരാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ എത്ര നേരം എന്തേ പറഞ്ഞു? ഇതൊക്കെ വേണോന്നാ പറഞ്ഞു. ദിക്ർ വേണം, ദുആ വേണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയാ പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു തിന്മയും പുരയിൽ വരരുത് എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയുടെ വീട്ടിലെ കല്യാണം പോലും ആർഭാടരഹിതം, വിരുന്ന് ആർഭാടരഹിതം, സദ്യ ആർഭാടരഹിതമാണ്. ഇസ്രാഫ് പാടില്ല. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ തിന്നുകൊള്ളൂ, നിങ്ങൾ കുടിച്ചുകൊള്ളൂ, പക്ഷെ അതിര് കവിയരുതേ. അല്ലാഹുവിന്റെ ഖുർആനാ, അതിര് കവിയാൻ പാടില്ല. അതുകൊണ്ട് കല്യാണത്തെ പറ്റി ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നികാഹി ഐസറുഹു. ഏറ്റവും നല്ല കല്യാണം അത് ചെലവ് ചുരുങ്ങിയ കല്യാണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസി ശ്രദ്ധിക്കണ, കല്യാണം വരെ നന്നാവും, വിരുന്ന് വരെ നന്നാവും. ഒരു കല്യാണത്തിന്റെ വീട്ടിലൊക്കെ നിസ്കാരം പോണത് എത്ര കാര്യങ്ങള്. കല്യാണത്തിന്റെ പൊരയിൽ വരെ പല പെണ്ണുങ്ങൾക്ക് നിസ്കാരമില്ല. നിസ്കരിക്കണ പെണ്ണുങ്ങൾക്ക് വരെ നിസ്കാരമില്ല. ളുഹറില്ല, അസറില്ല, ജമാഅത്ത് പോയിട്ട് ഒരു സാധാരണ രീതിയിലുള്ള നമസ്കാരം പോലുമില്ല. അതും ഖളാ ആണ്, പാപമാണ്, തിന്മയാണ്. നരകത്തിന്റെ വഴി സ്വയം വിലക്ക് വാങ്ങുന്നവരാണ്. വേഷവിധാനങ്ങൾ പോലും മോശമായതാണ്. ഒരു സത്യവിശ്വാസി മുഴുമേഖലയും ശ്രദ്ധിക്കുന്നവനാ. പുരക്കകത്ത് ഓരോരോ രംഗങ്ങളും ശ്രദ്ധിക്കുന്നവരാ. മക്കളുടെ വേഷവിധാനം ഇസ്ലാമികമാക്കാൻ അയാൾ ശ്രദ്ധിക്കുന്നവരാ. ഇണയുടെ വേഷം ഇസ്ലാമികമാകാൻ അയാൾ ശ്രദ്ധിച്ചു പോകും. ഓരോ കാര്യം ഏത് നല്ലത്തിലോ എല്ലാ അർത്ഥത്തിലും മൊത്തത്തില് ഞാൻ പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ഖുർആന്റെ 6-ാമത്തെ വാചകം എനിക്ക് ഓർമ്മ വരുന്നു. സംഗീതം, സിനിമ, നാടകം, നോവലുകൾ, രാക്കഥകൾ തുടങ്ങി സർവ്വ ഹറാമുകളും പുരക്കകത്ത് കയറൂല. ഒരു സത്യവിശ്വാസിയുടെ വീട്ടിനകത്ത് പത്രം പോലും അലസമായി കിടക്കൂല. നിങ്ങൾ ആലോചിക്കും, നമ്മുടെയൊക്കെ വീടുകളിൽ പത്രം എവിടെ? പത്രം വലിയ ആർഭാട പരസ്യമുള്ളൊരു പേജ് ഉണ്ടാവും. ചിത്രമുള്ള വീട്ടില് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മലക്കുകൾ പ്രവേശിക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പത്രത്തിന്റെ ഒരു പേജ് അവിടെ, ഒരു പേജ് ഇവിടെ, ഒരു പേജ് അവിടെ. സ്പോർട്സ് പേജ് മോന്റെ അടുത്തുണ്ടാവും, മരണ പേജ് ഉമ്മാന്റെ അടുത്തുണ്ടാവും, എഡിറ്റോറിയൽ പേജ് വാപ്പാന്റെ അടുത്തുണ്ടാവും. ഇങ്ങനെ ഓരോ പേജ് ഓരോ അടുത്താ. ഇതൊക്കെ പാട് ജമ്മ ഇത് കൂട്ടി വെച്ച് മടക്കി വെച്ച് ഒരു പെട്ടിയിലിട്ട് മടക്കി വെക്കണോ? അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ആ ചിത്രങ്ങളുള്ള വീട്ടിലൊരു പത്രത്തിലെ ചിത്രമായാലും മതി, മലക്കുകൾ പ്രവേശിക്കൂല, റഹ്മത്തുണ്ടാവില്ല പോലെ. ചെറിയൊരു ശ്രദ്ധ നിങ്ങൾ ആലോചിച്ചൊക്കെ. അതുകൊണ്ട് അത് മാറ്റി.
നമ്മുടെ വീടുകളിൽ വനിതാ ഗൃഹലക്ഷ്മി, മാമാസികൾ, വൃത്തികെട്ട അശ്ലീല മാസികൾ ഒന്നും ഉണ്ടാവില്ല. ഞാനാ, ചിത്രഭൂമി, മംഗളം, മനോരമ, ബാലരമ. നമ്മുടെ കുട്ടികൾ, ചെറിയ മക്കൾ വായിക്കുന്ന കോമിക് പുസ്തകങ്ങൾ വരെ വായിക്കുന്നുണ്ടെങ്കിൽ, അക്ഷരം പഠിക്കാനാണ് വായിക്കുന്നത് നമ്മൾ പറയല്, വായിച്ചു കഴിഞ്ഞ ഒരു ഭാഗത്ത് മാറ്റി വെക്കണം. ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചെറിയ മക്കൾക്ക് നിങ്ങൾ വലിച്ചിറക്കിയ കേബിൾ കണക്ഷന്റെ മുന്നിലിരുത്തി പഠിപ്പിക്കരുതേ. നശിച്ചു പോകും ആ ജനത, തകർന്നു പോകും ആ കുടുംബം. ഇത് യാഥാർത്ഥ്യപരമാണ്. അനുഭവങ്ങളിൽ ധാരാളക്കണക്കിന് കുടുംബങ്ങളിൽ കണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പകരം എന്തുകൊണ്ടെന്നറിയോ? ആ വീടിനകത്ത് ദീനിന്റെ നിയമങ്ങൾ അങ്ങ് കൊണ്ടുവരണേ. വീട്ടിലേക്ക് അള്ളാഹുവിന്റെ നിയമങ്ങൾ കൊണ്ടുവരണേ. ഒരു വിശ്വാസി ജീവിതത്തിന്റെ ഏത് മേഖലകളിലും പടച്ച റബ്ബിന്റെ നിയമങ്ങളെ പരമാവധി ജീവിതത്തിലേക്ക് പുലർത്തുന്നതിൽ ജാഗ്രത കാണിക്കുന്നവനാണേ. അത് ഗൗരവത്തോടുകൂടി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണേ. നിങ്ങൾ ആലോചിക്കുക, സത്യവിശ്വാസിയുടെ ശ്രദ്ധ ഏതുവരെ അറിയോ? ഈ വീട്ടിൽ വന്നു ഇതൊക്കെ ശ്രദ്ധിക്കണ കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ത്? ഭക്ഷണം കഴിക്കാന്നുള്ളത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സത്യവിശ്വാസി പൊരയിൽ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളൊക്കെ ഒരുമിച്ച്, എന്നിട്ട് വലത്തെ കൈകൊണ്ട് വലത്തെ കൈകൊണ്ട് ബിസ്മി ചൊല്ലി തിന്നാൻ സ്വയം ചെയ്യുകയും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന മോന്റെ കൈയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് മോനെ വലത്തെ കൈകൊണ്ട് കുടിക്കടാ എന്ന് പറഞ്ഞു. ചെറിയ കാര്യം, പുണ്യം കിട്ടുന്ന കാര്യങ്ങളാണ്. ആ ഭക്ഷണം ഇസ്ലാമിക ആകണമെങ്കിൽ, സ്വർഗം കിട്ടണമെങ്കിൽ, പുണ്യകരമാകണമെങ്കിൽ ബിസ്മി വേണോ? മറന്നാ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു. നിങ്ങൾ അപ്പുറം ആലോചിച്ച് നോക്കി, അവനവന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ചപ്പാത്തി കഷ്ണം, ഒരു റൊട്ടി കഷ്ണം, ഒരു ചെറിയ ഉരുള, ഒരു സ്പൂണിൽ ഒരു ചെറിയതെന്തെങ്കിലും അവനവന്റെ ഭാര്യയുടെ വായിലേക്ക്, തിരിച്ച് ഭർത്താവിന്റെ വായിലേക്ക് പുണ്യകരമാണ്, പവിത്രമാണ്, മനോഹരമാണ്. സ്വർഗീയമായൊരു കുടുംബജീവിതം കെട്ടിപ്പൊക്കാൻ അത് കാരണമാകുമേ. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയതാ. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ചെറിയൊരു കാര്യം, ഒരു ശ്രദ്ധ മതി പുണ്യം കിട്ടാൻ. എന്താ? ഇന്ന് വൈകുന്നേരത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോ അവനും ചപ്പാത്തി കഴിക്കണമെങ്കിൽ, എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ലെങ്കിൽ എന്നാ ബിസ്മില്ലാ വായിക്കൊന്ന് വെച്ചെടുത്ത് നോക്കി നിങ്ങള്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക, മക്കള് നോക്കണം. പല വാപ്പാർക്കും ഇത് ചെയ്യാനുള്ള തടസ്സം മക്കളാ. മക്കള് കണ്ടോട്ടെ കൂട്ടരെ, മക്കള് കാണട്ടെ, അവരറിയട്ടെ മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം. ആധുനിക സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട് നിങ്ങള്. ഒരു കുട്ടി നല്ല ഭർത്താവാകാൻ ട്രെയിനിങ് തേടുന്നത് വാപ്പാന്റെ ഒക്കെ നന്നാണ്. ഒരു പെൺകുട്ടി ഭാര്യയാകാൻ ട്രെയിനിങ് തേടുന്നത്, ഗൈഡൻസ് ആയി സ്വീകരിക്കുന്നത് ഉമ്മാനെയാണ്. അതുകൊണ്ട് എന്റെ മകൾക്ക് എന്റെ ഭാര്യ നല്ലൊരു മാതാവ് എന്നതിനപ്പുറത്തേക്ക് എന്റെ മോളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭർത്താവിന് ഒരു നല്ല ഭാര്യയാകാൻ എന്റെ മോൾക്ക് സാധ്യമാകണം. അതിനെന്റെ ഭാര്യയോടുള്ള എന്റെ ജീവിതം കാരണമാകണേ. ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ സ്നേഹങ്ങള് മക്കൾ അറിയണം. അങ്ങനെ ഭാര്യയെ ഊട്ടി ഭർത്താവിനെ തിരിച്ചൂട്ടുന്നൊരു സ്നേഹബന്ധം ബറക്കത്തതിലാണ്, നിഅമത്തുകൾ അതിലാണ്. ആ ഭാര്യ ഭർത്താക്കന്മാരായി അവർ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പുള്ള വൈവാഹികമായ വേളയിൽ, നിക്കാഹിന്റെ വേളയിൽ, ആ നിക്കാഹ് അങ്ങ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു പോയില്ലേ, ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. രണ്ടാക്കും അള്ളാന്റെ ബർക്കത്ത് ഉണ്ടാകട്ടെ. ഈ ബർക്കത്ത് എപ്പോ വേണോ? മരിക്കോളം വേണം. ജീവിതം അങ്ങ് അവസാനിക്കോളം ഭാര്യക്കും ഭർത്താവിനും ബർക്കത്തുണ്ടാകട്ടെ, മക്കളിൽ ബർക്കത്തുണ്ടാകട്ടെ, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകട്ടെ. ഇതൊക്കെ ഒരു സത്യവിശ്വാസി വീട്ടിൽ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.
അതിനപ്പുറത്തേക്കൊരു സത്യവിശ്വാസിയുടെ പ്രത്യേകത എന്താ? സ്വർഗം കിട്ടുന്ന പ്രവർത്തനങ്ങളായി തന്നെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു പോയ കാര്യമാ. ഭാര്യയെ, അവനവന്റെ ഇണകളെ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കുന്നതല്ല ഭർത്താക്കന്മാരെ ഇന്ന് ലോകത്ത് കിട്ടാനില്ല. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ അവനാന്റെ ഭാര്യമാരെ സഹായിച്ചിരുന്നു നമ്മൾ പറഞ്ഞ നമ്മൾ പറയും റസൂലുള്ളാഹിക്ക് അതൊക്കെ തന്നെ പണി, നിസ്കരിച്ചാ, നോമ്പുൽക്ക, പെണ്ണുങ്ങളെ സഹായിക്ക, വേറെ പണിയുണ്ട്, നമുക്ക് 100 കൂട്ടം പണിയാണ്. നിങ്ങൾ ആലോചിച്ചോക്കി, ഈമാനില്ലാത്തതിന്റെ വർത്താനത്. അള്ളാന്റെ റസൂൽ എങ്ങനെയായിരുന്നു നിങ്ങള്? കാന യുഖയ്യിതു സൗബഹു വയുഖസ്സിഫു നഅലഹു വയഅ